അക്സറു സവാബാ. റജബ് മാസത്തിന്റെ പവിത്രതകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്, സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതിന് വലിയ പ്രതിഫലമുണ്ടാകും, നന്മകൾ ചെയ്താൽ ഇരട്ടിയോളം പ്രതിഫലങ്ങൾ ഉണ്ടാകും, അതുപോലെ തിന്മകൾക്കും ശിക്ഷയുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിന്റെ പവിത്രതയാണ്, നന്മകൾക്ക് ഇരട്ടി പ്രതിഫലങ്ങൾ ഉണ്ടെങ്കിൽ തിന്മകൾക്ക് അതുപോലെ അല്ലാഹു ശിക്ഷ കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്ന മാസമാണ്. പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഒരു മടിയുമില്ലാതെ ഉത്തരം നൽകുന്ന മാസമാണ് റജബ്. മഹാനായ ശാഫിഈ ഇമാം പറഞ്ഞത് കാണാം, ഇന്ന ദുആ യുസ്തജാബു ഫീ ഖംസി ലയാൽ. 5 രാവുകളിൽ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യുന്ന ദിവസ സമയമാണ്. ഒന്നാമത്തത് വെള്ളിയാഴ്ച രാവിലാണ്. വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. വലൈലത്തിൽ അദ്ഹാ വലൈലത്തിൽ ഫിത്രി. 2 പെരുന്നാളുകളുടെ രാവിലുള്ള പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. വലിയ പെരുന്നാളിന്റെയും ചെറിയ പെരുന്നാളിന്റെയും രാവിലെ ആ സന്തോഷത്തിന്റെ നിമിഷത്തിൽ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅവ്വലു ലൈലത്തിൻ മിൻ റജബ്. റജബ് മാസത്തിന്റെ ആദ്യത്തെ രാത്രിയിലുള്ള പ്രാർത്ഥന. വലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. പരിശുദ്ധമായ ശഅബാനിന്റെ പകുതിയിലുള്ള ബറാഅത്ത് രാവിന്റെ അന്നുള്ള പ്രാർത്ഥനയും അല്ലാഹു ഉത്തരം നൽകുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാക്കൾ പറയുന്നുണ്ട്, റജബ് മാസം ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. പടച്ചവനേ, ഞങ്ങളെ ഖൈറായ മുറാദുകളൊക്കെ ഈ പരിശുദ്ധമായ മാസത്തിന്റെ ഈ പുണ്യമേറിയ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് നിറവേറ്റി തരണേ അല്ലാഹ്.